ഹലോ പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി, ഇന്ത്യൻ ജോഗ്രഫിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു മേജർ ടോപ്പിക്കായ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്, ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ ആദ്യത്തെ ഡിവിഷനായ ഉത്തരപർവ്വത മേഖലയുടെ അവസാനത്തെ പാർട്ടിലെ ക്ലാസ്സിലേക്കാണ് ഇന്ന് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് ഉത്തരപർവ്വത മേഖല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്, ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഉത്തരപർവ്വത മേഖല കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരപർവ്വത മേഖലയുടെ ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻസ് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എന്താണ് കഴിഞ്ഞ 2 പാർട്ടുകളായിട്ട് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച്, അതായത് നോർത്തേൺ മൗണ്ടൻസിനെ പറ്റി നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി പോവാം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉത്തരപർവ്വത മേഖല. നമുക്കറിയാം, ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ട്രാൻസ് ഹിമാലയ. നിങ്ങൾക്കിത് വീണ്ടും പറയുന്നത് നിങ്ങൾ തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും പഠിക്കുന്നത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ഗുണം ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ എത്ര ചെറിയ പരീക്ഷയ്ക്കാണെങ്കിലും എത്ര വലിയ എക്സാംസിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പോഴത്തെ മാറി വന്ന ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആവശ്യമാതിരി ചെറുതും വലുതുമായിട്ടുള്ള കണ്ടൻസ് ഇങ്ങനെ കുത്തി നിറച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ ചോദ്യകർത്താവിന് എവിടുന്ന് വേണമെങ്കിലും ഒന്ന് കണ്ണടച്ച് പിക്ക് ചെയ്യാനാണെങ്കിൽ പോലും അമ്മാതിരി കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പോയിൻറ്റ്സും പെറുക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അമ്മാതിരി കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം തറവായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിനെ വീണ്ടും നമ്മൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഈ 3 മലനിരകളായി തിരിച്ചിരിക്കുന്നു. അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 മലനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഹിമാലയത്തിനെ വീണ്ടും ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് സമാന്തരങ്ങളായ, അതായത് ട്രാൻസ് ഹിമാലയത്തിന് തൊട്ട് തെക്ക് സമാന്തരങ്ങളായ 3 മലനിരകൾ ചേർന്ന ഭൂവിഭാഗത്തെയാണ് നമ്മൾ ഹിമാലയം എന്ന് പറഞ്ഞത്. ആ സമാന്തരങ്ങളായ 3 മലനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു കിഴക്കൻ കുന്നുകൾ, അതായത് പൂർവാചലിനെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകും. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് കൂടാതെ തന്നെ നമ്മൾ പഠിച്ചത് ഹിമാലയത്തിൻ്റെ ഒരു റീജിയണൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഹിമാലയൻ റീജിയനിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശികമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻസ് ആണ് ഹിമാലയം. നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാലയത്തിനെ നമ്മൾ റീജിയണലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹിമാലയത്തിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദികളുടെ അടിസ്ഥാനത്തിലാണ് റീജിയണലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതൊന്ന് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം 2, കിഴക്കൻ ഹിമാലയം 3. സോ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിനെ പ്രാദേശികമായിട്ട് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെയും തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ തന്നെ വീണ്ടും നമ്മൾ പഠിച്ചു. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് വീണ്ടും റീജിയണലി ക്ലാസിഫൈ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മധ്യ ഹിമാലയം, അത് കഴിഞ്ഞിട്ട് കിഴക്കൻ ഹിമാലയം വരെ നമ്മൾ ഹിമാലയത്തിൻ്റെ പ്രാദേശിക ഡിവിഷൻസ് വരെയാണ് പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ കിഴക്കൻ കുന്നുകൾ, പൂർവാചലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് കൂടാതെ തന്നെ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ, അതായത് ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥ, സസ്യപ്രകൃതി, നദീവ്യവസ്ഥ, അങ്ങനെയുള്ള ലാസ്റ്റ് പോർഷൻസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻസിൻ്റെ 3ാമത്തെ വേർതിരിവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് കിഴക്കൻ കുന്നുകളെ പറ്റി. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം,
വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. അതായത് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് തൊട്ട് കിഴക്കായിട്ടുള്ള ഭാഗങ്ങളിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിലാണ് കാണപ്പെടുന്നത്. ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ്. നമ്മൾ നേരത്തെ വരച്ച പോലെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് വശത്തായിട്ട് ഈ വടക്ക് തെക്ക് ദിശ, ഇത് വടക്ക്, ഇത് തെക്ക്, വടക്ക് തെക്ക് ദിശയിലാണ്. ഇവിടുന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് മുതൽ ഇങ്ങനെ വരുന്ന ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഉയരം കുറഞ്ഞ കുന്നുകളായിട്ട് വടക്കുന്ന് തെക്കോട്ടെന്ന രീതിയിൽ കാണപ്പെടുന്നു. ഈ കുന്നുകളെ, ഈ ഉയരം കുറഞ്ഞ കുന്നുകളെയാണ് നമ്മൾ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കിഴക്കൻ കുന്നുകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ, 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഈ കുന്നുകളുടെ ഉയരം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പട്കായിബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദിക്ക് കിഴക്കായിട്ട് ഹിമാലയ പർവ്വതം, വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്ക് ഉയരം കുറഞ്ഞ പർവ്വതങ്ങളായിട്ട് അല്ലെങ്കിൽ മലനിരകളായിട്ട് കാണപ്പെടുന്നു. ഇവയാണ് കിഴക്കൻ കുന്നുകൾ. അതിൽ പ്രധാനപ്പെട്ട മലനിരകളാണ് പട്കായിബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവ. അപ്പോൾ നമുക്ക് പട്കായിബും, നാഗാ കുന്നുകൾ എന്നൊക്കെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. അത് ഉത്തരപർവ്വത മേഖലയുടെ പൂർവാചലിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ കുന്നുകളുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഖാസി ഗാരോ, ജയന്തിയ കുന്നുകൾ, പട്കായിബും, നാഗ, മീസോ കുന്നുകളൊക്കെ ചേർന്നതാണ് നമ്മൾ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചിയും മൗസിൻ റാം എന്നീ പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ഇന്ത്യയുടെ ഏറ്റവും വേറെ ഒന്നും കൊണ്ടല്ലത് നമ്മൾ പറഞ്ഞു ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദേ ഈ പറയുന്ന ഖാസി കുന്നുകളിലായിട്ടാണ് ഈ പറയുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. നമുക്കറിയാം ദേ ഇവിടെ ഇത്രയും ഭാഗം മലനിരകളാണ്, ഹിമാലയമാണ്, ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ ഇവിടെ അത്രയും ഈ ഒരു ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് അത്രയും നമ്മുടെ കിഴക്കൻ കുന്നുകളുമാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന മൺസൂൺ കാറ്റുകളൊക്കെ വേറെ എങ്ങും പോകത്തില്ല. ദേ ഇതുവഴിയും പോകത്തില്ല, ഇതുവഴിയും പോകത്തില്ല. ഈ മലനിരകളെല്ലാം തടഞ്ഞു നിർത്തി ഇവിടെ ഈ ഒരു ഭാഗത്ത് മഴ പെയ്യിപ്പിക്കുന്നു. അതിനാലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ട് ചിറാപുഞ്ചി, മൗസിൻ റാമൊക്കെ മാറിയത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു മൺസൂൺ കാറ്റുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ മലനിരകൾ തട്ടി നിൽക്കുക അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് കേബിൾ ലഞ്ചാവോ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനത്തെ പറ്റിയാണ്. അതായത് കിഴക്കൻ കുന്നുകൾ, പൂർവാചൽ കുന്നുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനമാണ് കേബിൾ ലഞ്ചാവോ, അതായത് ചലിക്കുന്ന ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്ന കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ്, അതായത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്ക്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. മണിപ്പൂർ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ലോക്തക്കിലാണ് കേബിൾ ലഞ്ചാവോ ദേശീയ ഉദ്യാനം, അതായത് കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടികൾ എന്ന് പറയുന്നത്. നമുക്ക് കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് ലോക്തക്കിലെ ആ ഒരു റീജിയൻസിൽ ചെന്നാൽ കുറച്ച് മണ്ണും ചെളിയും ഒക്കെ ചേർന്നുള്ള തുരുത്തുകൾ ഈ പറഞ്ഞ തടാകത്തിലൂടെ ഒഴുകി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആ തുരുത്തുകളാണ് നമ്മൾ ഫുണ്ടീസ് എന്ന് പറയുന്നത്, ഫുണ്ടികൾ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഇത് കേബിൾ ലഞ്ചാവോ തടാകമാണെന്ന് കരുതുക. ഇവിടെ കുറച്ച് സസ്യാവശിഷ്ടങ്ങളുണ്ട്. ഇതിങ്ങനെ വളരും, അത് നശിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ അവശേഷിക്കും. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും സസ്യങ്ങൾ വളരും. അവരുടെ ഒരു കാലക്രമം കഴിയുമ്പോൾ അത് നശിച്ച് ഇവിടെ ഒരു വലിയൊരു തുരുത്തായിട്ട് മാറും. ഈ തുരുത്തുകളാണെങ്കിൽ ഒരിക്കലും അടിത്തട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. തടാകത്തിൻ്റെ അടിത്തട്ടുമായിട്ട് ഈ തുരുത്തുകൾക്ക് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ തുരുത്തുകൾ ഈ തടാകത്തിലൂടെ ഒഴുകി നടക്കും. ഓക്കെ, ഇതൊരിക്കലും താന്ന് പോകുന്നതുമില്ല. ആ തുരുത്തുകളാണ് ഈ പറയുന്ന ഫുണ്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രദേശത്ത് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് കെട്ടിടങ്ങളും വീടുകളൊക്കെ ഈ പറയുന്ന ഫുണ്ടീസിൽ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സ്കൂളൊക്കെ നമുക്ക് മണിപ്പൂരിലെ ഈ ലോക്തക് തടാകത്തിൽ ചെന്നാൽ കാണാൻ വേണ്ടി സാധിക്കും.
സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ ഫുംഡികൾ ചേർന്നാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. ലോക്തക് തടാകത്തിലാണ് നമ്മുടെ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ലോക്തക് തടാകം റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സോ ഫുംഡികൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ ഒരു കട്ടിങ്സിൽ SCERTയിലെ കട്ടിങ്സിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ എല്ലാ ഡിവിഷൻസും ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ എന്നീ വിഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഭൂപ്രകൃതിയുടെ ആ ഒരു ഡിവിഷൻസും ക്ലാസിഫിക്കേഷൻസും എല്ലാം കഴിഞ്ഞു. ഇതാണ് ഉത്തരപർവ്വത മേഖല. ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് അവിടുത്തെ കാലാവസ്ഥ എന്താണ്, സസ്യജാലങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് കാലാവസ്ഥയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം, അതായത് ക്ലൈമാറ്റിക് ഡിവൈഡ് തീർക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ സൈഡും പടിഞ്ഞാറൻ സൈഡും എന്താണെന്ന് അറിയാം, രണ്ട് കാലാവസ്ഥയായിരിക്കും. അപ്പുറത്ത് മഴനിഴൽ പ്രദേശം ആണ് നമുക്കറിയാം. നമ്മുടെ ഇപ്പം കേരളം ഉൾപ്പെടുന്ന ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് മഴ നമുക്ക് പശ്ചിമഘട്ടം കാരണം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാലാവസ്ഥാ ഡിവിഷൻ, ഒരു ഡിവൈഡ് ഈ ഒരു പശ്ചിമഘട്ടം കാരണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഹിമാലയം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ വടക്ക് ഭാഗങ്ങളിൽ ടിബറ്റൻ, ചൈന, ടിബറ്റൻ പ്ലേറ്റു ആ ഒരു ഭാഗങ്ങളിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഉള്ള കാലാവസ്ഥ ഒരു വ്യത്യാസത്തിന് കാരണം നമ്മുടെ ഈ പറയുന്ന ഹിമാലയവും തുടർ പർവ്വതങ്ങളുമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കാലാവസ്ഥാ വിഭാജകമായിട്ട് ഹിമാലയം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു ക്ലൈമാറ്റിക് ഡിവൈഡ്, കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒരു ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥ ശൈത്യ കാലാവസ്ഥയാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിന് നല്ല ഹൈറ്റ് ഉണ്ടാവും, അതുപോലെ ആ സെയിം ഹൈറ്റ് ആയിരിക്കത്തില്ല താഴോട്ട് വരുന്ന ഹിമാചൽ, ഹിമാദ്രി അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾക്കൊക്കെ. അപ്പോൾ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതൊരു ജനറൽ പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രദേശത്തിൻ്റെ, അതായത് ഉത്തരപർവ്വത മേഖലയുടെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഈ പറയുന്ന ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ, അതായത് ലഡാക്ക്, ട്രാൻസ് ഹിമാലയം, ഹിമാദ്രി പോലുള്ള ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയം, ലഡാക്ക് ആ ഒരു റീജിയൻസ്, ഹിമാദ്രി അതായത് ഏറ്റവും ഹയസ്റ്റ് പീക്സ് ആ ഒരു മൗണ്ടൻ റേഞ്ചസിൻ്റെ ആ ഒരു റീജിയൻസിലൊക്കെ ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഒക്കെ കാണുന്ന ഹിമാദ്രിയിലൊക്കെ ഈ പറയുന്ന ധ്രുവസമാനമായ ശൈത്യ കാലാവസ്ഥയായിരിക്കും. അതികഠിനമായ എല്ലാ വർഷവും എല്ലാ കാലത്തും സെയിം ധ്രുവസമാനമായ ശൈത്യ കാലാവസ്ഥയായിരിക്കും ഈ പറയുന്ന ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും. എന്തായാലും ശൈത്യ കാലാവസ്ഥയാണ് ഈ ഒരു റീജിയൻസിൽ ഫുള്ളും ശൈത്യ കാലാവസ്ഥയാണ്. ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങളുടെ കാര്യമാണ് നമ്മൾ ധ്രുവസമാനമായിട്ടുള്ള ഈ പറഞ്ഞ തീവ്ര ശൈത്യം അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഉയരം കൂടിയ അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ അത്രയും ഉയരമില്ലാത്ത പർവ്വത ഭാഗങ്ങളിൽ ഈ പറഞ്ഞ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയായിട്ടും ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകൾ, അതായത് സിവാലിക്സ് ഏരിയകളിലൊക്കെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. നമ്മുടെ ഏറ്റവും തെക്ക് ഭാഗത്തു, അതായത് ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന സിവാലിക് മലനിരകളിലൊക്കെ ഈ പറഞ്ഞ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സിവാലിക് മലകളുടെ തെക്കൻ ചരിവുകളിലും ഈ പറഞ്ഞ പോലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലും മൺസൂൺ മഴ നല്ല അധികമായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ മൺസൂൺ കാറ്റുകളെ അപ്പുറത്തേക്ക് കടത്തി വിടാണ്ട് ഈ പറയുന്ന പർവ്വതനിരകൾ അവിടുത്തെ ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ഈ പറഞ്ഞ സിവാലിക് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ
അസം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ചിറാപുഞ്ചി മൗസിൻ റാം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ആ ഒരു റീജിയൻസ് ആണ് ഇന്ത്യയുടെ ആ ഒരു വടക്ക് കിഴക്കൻ പ്രദേശം. അതായത് നമ്മുടെ വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതം അല്ലെങ്കിൽ അതിൻ്റെ തുടർ പർവ്വതങ്ങളും ഏറ്റവും കിഴക്ക് ഭാഗത്ത് കിഴക്കൻ കുന്നുകളുമുണ്ട്. സോ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകൾക്ക് അതിനപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള യാതൊരു ചാൻസും ആ പർവ്വതനിരകൾ കൊടുക്കുന്നില്ല. അപ്പോൾ ആ കാറ്റുകളെ തടഞ്ഞു നിർത്തി ആ പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ പറയുന്ന പെയ്യിക്കുന്നത്. സോ അതാണ് ഈ പറയുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം തുടങ്ങിയ പ്രദേശങ്ങൾ ചെയ്യുന്ന മേഘാലയ പീഠഭൂമിയിൽ ഇത്രയും മഴ അനുഭവപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് നദീവ്യവസ്ഥയാണ്. ഉത്തരപർവ്വത മേഖലയുടെ അല്ലെങ്കിൽ ആ മേഖലയുടെ ഭൂവിഭാഗത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഈ പ്രദേശത്തു കൂടി ഒഴുകുന്ന നദികൾ. നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പ്രധാനമായിട്ടും ഈ പറയുന്ന 3 ഹിമാലയൻ നദികളാണ് അല്ലെങ്കിൽ ആ നദീവ്യൂഹങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദികളും ഒഴുകുന്നത്. ഓക്കെ, ഈ ഒരു വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്. അതുപോലെ തന്നെ ഒരു മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ, നേപ്പാൾ ഹിമാലയത്തിൻ്റെയും ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന ആ ഒരു റീജിയൻസാണ് ഈ പറയുന്ന ഏകദേശം മധ്യ ഹിമാലയം. ഏറ്റവും കിഴക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളുമാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നത്. ഇതാണ് മെയിൻലി നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ഒഴുകുന്ന നദീവ്യവസ്ഥകൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് കൈവഴികളും പോഷക നദികളുമുള്ള 3 വലിയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതിനെയാണ് നമ്മൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് പ്രധാനമായിട്ട് 2 നീരൊഴുക്ക് വ്യൂഹങ്ങളാണുള്ളത്. ഒന്ന് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും ഉപദ്വീപിയൻ നീരൊഴുക്ക് വ്യൂഹവും. അതിൽ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ പെടുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ നദികളും അവയുടെ പോഷക നദികളും. നെക്സ്റ്റ് പോയിന്റ്, മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. അതായത് ഇവ വറ്റാറില്ല. മഴയിൽ നിന്നാണെങ്കിലും മഞ്ഞുരുകിയിട്ടാണെങ്കിലും ഈ നദികളിൽ എപ്പോഴും നീരൊഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദിക്കുള്ളത്. അതായത് ഉത്തരപർവ്വത മേഖലയുടെ ആ ഒരു പർവ്വത പ്രദേശങ്ങളിൽ ഈ നദികൾക്ക് ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സർവ്വസാധാരണമാണ്. അപ്പോൾ നമുക്ക് സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതേപോലെ തന്നെ ഈ ഹിമാലയൻ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകളും ഗിരികന്ധരങ്ങളും വെള്ളച്ചാട്ടങ്ങളും തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. വീരൂപ താഴ്വര, ഗിരികന്ധരങ്ങൾ അതായത് ഗോർജസ്, അതേപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ. ഈ 3 നദികളുടെ അപരദനത്തിൻ്റെ ഫലമായിട്ട് ഹിമാലയൻ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം വെള്ളച്ചാട്ടം എന്താണെന്ന് നമുക്കറിയാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നമ്മൾ നേരിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായ അപരദനത്തിന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടം രൂപപ്പെടാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു ഈ 3 നദീവ്യൂഹങ്ങളുടെ കുറച്ച് പോയിൻറ്റ്സാണ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊക്കാർചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം. അതായത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് നമുക്ക് കാണപ്പെടുന്ന നീരൊഴുക്ക് വ്യൂഹമാണ് നമ്മുടെ ബൊക്കാർചു ഹിമാനിയിൽ നിന്നും മാനസരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർചു ഹിമാനി സിന്ധു നദി. ബൊക്കാർചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും പോഷക നദികളുമാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിൻ്റെ പ്രധാന നദികൾ. അതായത് ഏകദേശം ഒരു മധ്യ ഹിമാലയം ആ ഒരു റീജിയൻസിലെ ഉത്തരാഖണ്ഡ് മധ്യ ഹിമാലയം റീജിയൻസിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹം ഗംഗ,
നദീവ്യൂഹമാണ്. ഇത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതായത് ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് എന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഗംഗ, ഉത്തരാഖണ്ഡ്, ഹിമാലയം, മധ്യ ഹിമാലയം ആ ഒരു റീജിയൻസിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹമാണ് ഗംഗയും അതിൻ്റെ പോഷക നദികളും. അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും യമുന, ഘാഗ്ര, ഖണ്ഡക്, കോസി എന്നിവയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തൂടെ, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന നീരൊഴുക്ക് വ്യൂഹമാണ് ബ്രഹ്മപുത്ര നീരൊഴുക്ക് വ്യൂഹം. മാനസരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മാനസ് മുതലായവ. ദിബാങ്, ലോഹിത്, മാനസ്, ബ്രഹ്മപുത്ര ഇവയെല്ലാം ചേർന്നാണ് ബ്രഹ്മപുത്ര നദീവ്യൂഹം എന്ന് മനസ്സിലാക്കുക. ഈ മാനസരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാലയയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പിക്ചറൈസേഷനാണ്. നമുക്കറിയാം, ഇതാണ് നമ്മുടെ സിന്ധു നദി. അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് കാണപ്പെടുന്ന നദീവ്യൂഹമാണ് അല്ലെങ്കിൽ നീരൊഴുക്ക് വ്യൂഹമാണ് സിന്ധുവും പോഷക നദികളും. ഇതാണ് നമ്മുടെ സിന്ധു. ഓക്കെ, അതേപോലെ തന്നെ ഈ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഈ ഒരു റീജിയൻസിൽ കാണപ്പെടുന്ന നദീവ്യൂഹമാണ് നമ്മുടെ ഗംഗയും പോഷക നദികളും. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന നീരൊഴുക്ക് വ്യൂഹമാണ് ബ്രഹ്മപുത്ര നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലാവസ്ഥയും നദികളെയും പറ്റിയാണ്, ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥയും നദികളെയും പറ്റിയാണ് കഴിഞ്ഞ സ്ലൈഡുകളിൽ ആയിട്ട് സംസാരിച്ചത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. നെക്സ്റ്റ് മണ്ണാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, പർവ്വത മേഖലകളാണ് ആ പ്രദേശത്ത്. അത്ര ഫലഭൂഷ്ടമല്ലാത്ത പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. അതായത് താഴ്വരകളിൽ നേർത്ത തരികളോട് കൂടിയ ജൈവാംശം കുറച്ച് കൂടിയ മണ്ണാണ് താഴ്വരകളിൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഉയർന്ന ചെരുവുകളിൽ കാണപ്പെടുന്നത് ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും. വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ഉയർന്ന ചെരുവുകളിൽ കാണപ്പെടുന്നത്. നമുക്കറിയാം, അപ്പോൾ ഉയർന്ന പർവ്വത ചെരുവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയ ജൈവാംശം കൂടുതലായിട്ടുള്ള മണ്ണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമുക്കിവിടെ കരേവാസ് എന്ന് പറയുന്നൊരു മണ്ണിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു നിക്ഷേപത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. സോ കരേവ എന്നറിയപ്പെടുന്ന, അതായത് കാശ്മീർ ഹിമാലയത്തിൻ്റെ ആ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കരേവാസ്. ഇത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാൽ രൂപപ്പെട്ട മണ്ണിനമാണ് കരേവാസ്. ഇത് ആ ഒരു പ്രദേശത്തെ, ആ ഒരു കാശ്മീർ ഹിമാലയൻ ആ ഒരു റീജിയൻസിലെ കുങ്കുമപ്പൂ കൃഷിക്ക്, സാഫ്രോൺ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപവും പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ആ ഒരു സവിശേഷതയും നോക്കിക്കഴിഞ്ഞു. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സസ്യജാലങ്ങളിലേക്ക് പോകണം. ഇനിയെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാവുന്ന കുറച്ച് ടോപ്പിക്സുകളാണ്. എന്നാലും ആരും സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം വായിച്ച് തറവാക്കി വയ്ക്കുക. നെക്സ്റ്റ് സസ്യജാലങ്ങളാണ്. ഉത്തരപർവ്വത മേഖലയുടെ സസ്യജാലങ്ങളെ പറ്റി, അവരുടെ സവിശേഷതയെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചി, മൗസിൻഡ്രാം, ആ പറഞ്ഞ മേഘാലയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖലാ ഹരിതവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നിടത്താണ്, 200 സെൻറ്റിമീറ്ററിന് മുകളിലൊക്കെ മഴ ലഭിക്കുന്ന സ്ഥലത്ത് നിത്യഹരിത വനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നുണ്ട്. അങ്ങനെ ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. സോ ഈ പറഞ്ഞ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ആ ഒരു മാറ്റം ആ ഒരു സസ്യജാലങ്ങളുടെ ആ ഒരു സവിശേഷതകളും പ്രതിഫലിക്കുന്നതാണ്. ആ ഒരു ഉയരം പറഞ്ഞ ഊഷ്മാവ് എന്നിവയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ പറയുന്ന സസ്യജാലങ്ങളുടെ സവിശേഷതകളെയും അല്ലെങ്കിൽ ആ സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ഉളവാക്കാൻ കാരണങ്ങളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്,
ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കറിയാം 200 സെൻറ്റിമീറ്ററിൽ മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശം മുതൽ ഈ പറഞ്ഞ ശൈത്യ കാലാവസ്ഥയിൽ ഏറ്റവും തീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ വളരുന്ന തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിത്യഹരിത വനങ്ങൾ മുതൽ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു സസ്യജാല പ്രകൃതി നമുക്ക് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. അതായത് താഴ്വരകളിൽ ഈ പറയുന്ന അത്രയും മഴ ലഭിക്കാത്ത എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ 200 സെൻറ്റിമീറ്റർ അത്രയും മഴ ലഭിക്കാത്ത പ്രദേശങ്ങളിൽ അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആ ഒരു എലവേഷനുള്ള ആ ഒരു ഹൈറ്റുള്ള പർവ്വത പ്രദേശങ്ങളിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, അതായത് സ്തൂപിക ആ ഒരു ആകൃതിയിലുള്ള വൃക്ഷങ്ങളാണ് പൈൻ, ദേവദാരു തുടങ്ങിയ വൃക്ഷങ്ങൾ. ഈ പറയുന്ന പർവ്വത ചെരുവുകളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ സ്തൂപികയുടെ അഗ്രങ്ങൾ പോലെ കാണുന്ന പൈൻ, ദേവദാരു തുടങ്ങിയ വൃക്ഷങ്ങളാണ്. അതേപോലെ തന്നെ പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ, അതായത് പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജുനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് ഉദാഹരണമാണ് ജുനിപ്പർ, റോഡോഡെൻഡ്രോൺ തുടങ്ങിയ സസ്യങ്ങൾ ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻസ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. കാശ്മീർ ഹിമാലയത്തിലെ മർഗുകളെ പറ്റിയും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ബുഗ്യാലിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. ആ ആൽപൈൻ പുൽമേടുകളാണ് ഏറ്റവും ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഉത്തരപർവ്വത മേഖലയുടെ വന്യജീവി സമ്പത്തിനെ പറ്റിയുള്ള ഒരു പോയിന്റാണ്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. ജസ്റ്റ് ഒരു ജനറൽ പോയിന്റാണ്. നമുക്കറിയാം യാക്ക്, അതായത് ഇനി ആ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണിവ. വേറൊന്നുമല്ല, നമുക്കറിയാം ഒരുപാട് പർവ്വതങ്ങളും വനങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു മേഖലയാണ് ഉത്തരപർവ്വത മേഖല. അപ്പോൾ യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവികളെ നമുക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങൾ ഉത്തരപർവ്വത മേഖലയുടെ പല പ്രദേശങ്ങളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വന്യജീവി സമ്പത്തിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ടെക്സ്റ്റിൽ ഒരു ബോക്സാണ്. പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻസിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഉത്തരപർവ്വത മേഖലയുടെ നോർത്തേൺ മൗണ്ടൻസിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന നാഷണൽ പാർക്സിനെ പറ്റി, ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ബോക്സാണ്. ഇനി വരുന്ന എക്സാംസിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന അത്രയും ഷുവറായിട്ടുള്ളൊരു ബോക്സാണ് നമുക്ക് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ പടിഞ്ഞാറൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ 2 സെപ്പറേറ്റ് ഡിവിഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കുക. പക്ഷേ ഏറ്റവും കൂടുതലും ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തറവായിട്ട് പഠിക്കുക. നമുക്ക് നോക്കാം. ഡച്ചിഗാം ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്ന ഒരു ദേശീയോദ്യാനമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ നാഷണൽ പാർക്കായ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ ഹെമിസ് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ലഡാക്കിലാണ് നമ്മുടെ ഹെമിസ് ദേശീയോദ്യാനം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് അഥവാ പൂക്കളുടെ താഴ്വര. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിൽ, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് കാണപ്പെടുന്ന 3 ദേശീയോദ്യാനങ്ങളാണ് നമ്മുടെ പൂക്കളുടെ താഴ്വര, ജിം കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡച്ചിഗാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്. ഇതിൽ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ലഡാക്ക്, ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് ലഡാക്കിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞത് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് ഈ പറഞ്ഞ ദേശീയോദ്യാനങ്ങളെല്ലാം കാണുന്നത്. ഇനി നമ്മൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ദേശീയോദ്യാനങ്ങളാണ് നോക്കുന്നത്. കാഞ്ചൻജംഗ സിക്കിമിലാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം കാണപ്പെടുന്നത്. ദിബ്രു സൈഖോവ അസമിൽ കാണുന്നു. കാസിരംഗ അസമിൽ സ്ഥിതി ചെയ്യുന്നു. മാനസ് അസമിൽ സ്ഥിതി ചെയ്യുന്നു. കേബിൾ ലഞ്ചാവോ മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കേബിൾ ലഞ്ചാവോ മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് കേബിൾ ലഞ്ചാവോ. ചലിക്കുന്ന ദേശീയോദ്യാനം എന്നാണ് കേബിൾ ലഞ്ചാവോ അറിയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ അസം സംസ്ഥാനത്ത് കാണപ്പെടുന്ന 3 ദേശീയോദ്യാനങ്ങളാണ്. ഒന്ന് മാനസ്, കാസിരംഗ, ദിബ്രു സൈഖാവോ, കാസിരംഗ, മാനസ് എന്നീ മൂന്ന്
ദേശീയ ഉദ്യാനങ്ങൾ അസം സംസ്ഥാനത്ത് കാണപ്പെടുന്നു. അതുപോലെ തന്നെ കാഞ്ചൻജംഗ സിക്കിമിലും സ്ഥിതി ചെയ്യുന്നു. സോ ഈ ഒരു ബോക്സ്, ഈ ഒരു പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന ഇത്രയും ദേശീയ ഉദ്യാനങ്ങൾ ഉറപ്പായിട്ടും, വേറെ ഒന്നും പഠിക്കേണ്ട, ഇത്രയും ദേശീയ ഉദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നും ഉറപ്പായിട്ടും പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൃഷിയെ പറ്റിയാണ്. ഉത്തരപർവ്വത മേഖലയിലെ കൃഷിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് കൃഷി കുറച്ച് ദുഷ്കരമാണ്. സോ ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് ഈ പ്രദേശത്ത് കൃഷിക്ക് പ്രതികൂല ഘടകങ്ങൾ. ഉയരം കൂടുന്നതുകൊണ്ട്, അത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്ത പ്രദേശമായതിനാൽ കൃഷിക്ക് അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഈ പറഞ്ഞ പ്രദേശത്ത് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില, ഇത്രയും ഘടകങ്ങളാണ് ഈ പറഞ്ഞ ഈ മേഖലയിലെ കൃഷിക്ക് പ്രതികൂലമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്നാലും പർവ്വത ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നമുക്കറിയാം ഉയരം കൂടുന്നതുകൊണ്ട് ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ കാരണം കൃഷി അവിടെ സാധ്യമല്ല, നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞു. എന്നാലും പർവ്വത ചെരുവുകൾ, ആ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയിലെ സാധ്യമാകുന്ന പർവ്വത ചെരുവുകൾ തട്ടുതട്ടായിട്ട് തിരിച്ച് അവിടെ ആ ഒരു ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിയും അവർ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് പറഞ്ഞത്. എന്നാലും പർവ്വത ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ്. അതേപോലെ തന്നെ നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്ത് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയിലെ പർവ്വത ചെരുവുകൾ തട്ടുതട്ടുകളായിട്ട് തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, ഗോതമ്പ് തുടങ്ങിയവ. ഓക്കെ, അതേപോലെ തന്നെ കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷി കൂടുതലായി കാണപ്പെടുന്നു. നമുക്കറിയാം ഈ പറഞ്ഞ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയുടെ ആ ഒരു സവിശേഷത മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഈ പറഞ്ഞ ഈ ഭാഗങ്ങളിൽ, അസം, ഡാർജിലിംഗ് ഭാഗങ്ങളിൽ തേയില കൃഷി ചെയ്തിരുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഈ പറഞ്ഞ അസം, ഡാർജിലിംഗ് മേഖലയുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തേയില കൃഷി നമ്മളിവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അസം, ഡാർജിലിംഗ് മേഖലയിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി, അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. അതായത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആ ഒരു ഉത്തരപർവ്വത മേഖലയിലെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ഗോത്ര വിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗങ്ങളുടെ ആ ഒരു കൃഷി രീതിയാണ് നമ്മൾ സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ വെട്ടിച്ചുട്ട് കൃഷി എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് മൃഗപരിപാലനമാണ്. പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള പോയിന്റ്. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വതഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും കാണപ്പെടുന്നു. അതായത് ആട്, പശു എന്നിവ നമ്മുടെ താഴ്വരകളിലും ചെമ്മരിയാട്, കുതിര തുടങ്ങിയ മൃഗങ്ങൾ നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലും കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയുള്ളത് കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കൈലാസം, മാനസരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് എന്നിവ ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? കൈലാസം, മാനസരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഗറ്റ്, മുസോറി, നൈനിത്താൾ തുടങ്ങിയവയാണ് ഈ പറഞ്ഞ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ. നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് നമ്മൾ ഹിമാലയത്തിനെ തിരിച്ചു. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഹിമാദ്രിയിൽ നല്ല അതിശൈത്യമായതിനാൽ അധികം സുഖവാസ കേന്ദ്രങ്ങളൊന്നും അവിടെയില്ല. സുഖവാസ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിൻ്റെ ഹിമാചൽ എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷനിലാണ്. ആ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഷിംല പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഗറ്റ്, മുസോറി, നൈനിത്താൾ തുടങ്ങിയവ. നെക്സ്റ്റ് നമ്മുടെ മൗണ്ട് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. അതായത് നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളായാലും
സുഖവാസ കേന്ദ്രങ്ങളായാലും ഒരുപാട് ലോക ശ്രദ്ധ ആകർഷിച്ചത് ഈ പറഞ്ഞ 953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയും ഹിമാലയവും എവറസ്റ്റൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക ജനത ശ്രമിച്ചു തുടങ്ങിയെന്നാണ് ഈ പറഞ്ഞ പോയിന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖല ഏതാണ്ട് അവസാനിച്ചു. ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ടെൻസിംഗ് നോർഗെ പറഞ്ഞതാണ്, നമ്മുടെ പർവ്വതങ്ങളെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഒന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമായ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ഉത്തരപർവ്വത മേഖല, അതായത് നോർത്തേൺ മൗണ്ടൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് SCERT NCERT പോയിൻറ്റ്സ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, SCERTയിലെ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്ററാണ്. അതിൽ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അത്രയും കണ്ടൻറ്റ് പോലും നമ്മുടെ ഈ പറഞ്ഞ +1 ഇല്ല. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ലോകത്തിൻ്റെ നെറുകയിൽ എന്നതാണ് ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ NCERTയിലെ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും നമ്മൾ റെഫറൻസ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരപർവ്വത മേഖല നോർത്തേൺ മൗണ്ടൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശങ്ങൾ, ഡെസേർട്സ്, ദ്വീപുകൾ, ഇങ്ങനെയെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.